ഇന്ന് നമ്മളുള്ളത് ഇരുവിയൂർ പഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേനയോടൊപ്പമാണ്. രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്ന്, ഈ ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിലെത്തുമ്പോൾ യൂസർ ഫീ ഒരു മാസം 50 രൂപ പിരിക്കുന്നുണ്ട്. അതിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ വല്ലാതെ പോസ്റ്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർ ഈ വീഡിയോ കാണണം. രണ്ട്, സംസ്ഥാനത്തിൻ്റെ മാതൃകയായി ഇവിടെ ഒരു പ്രവർത്തനമുണ്ട്. ഈ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ചുകൊണ്ട് അവർ സംസ്കരിക്കുന്ന പദ്ധതി, അത് നമുക്ക് വഴിയെ പറയാം. ആദ്യത്തെ കാര്യത്തിലേക്ക് തന്നെ വരാം. ചേച്ചി, ഇതൊരു ഇവർ തരം തിരിക്കുകയാണ് അല്ലേ? ഒന്ന് വിശദീകരിക്കാം ഈ പരിപാടി ഇപ്പം ചെയ്യുന്നത് എന്താണെന്ന്. ഇപ്പം പ്ലാസ്റ്റിക് തരം തിരിച്ച് ഓരോ ചാക്കിനകത്താക്കുക. ഇതെങ്ങനെ ഓരോ പ്ലാസ്റ്റിക്കും ഇങ്ങനെ ഇത് ഓരോ ടൈപ്പാണോ ഇതിന് വന്നിരിക്കുന്നത്? അതെ, ഓരോ ടൈപ്പുകൾ പ്ലാസ്റ്റിക്കാണ്. അത് നമ്മൾ തരം തിരിച്ച് ക്ലീൻ കെയറിലേക്ക് കൊടുക്കുക. ഇത് തരം തിരിക്കും അല്ലേ? നമ്മൾ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലേ? അപ്പോൾ ഇവിടെ ഞാൻ ചോദിക്കാൻ അറിയോ, ചില ആളുകളൊക്കെ ഈ 50 രൂപ യൂസർ ഫീ മേടിക്കുന്ന വലിയ വിമർശനം ഉന്നയിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഉണ്ടോ? ഉണ്ട്, തരത്തില്ല. ചിലർ പറയും ഇവിടെ 50 രൂപ എന്നാൽ ഞങ്ങളുടെ വേസ്റ്റ് മുഴുവൻ കൊണ്ടുപോകി 50 രൂപ തരാമെന്ന് പറയില്ല, തരത്തില്ലെന്ന് പറയും. അപ്പോൾ അവരുടെ വീട്ടിൽ എന്തെല്ലാം ഉണ്ടോ അത് മുഴുവൻ ഇങ്ങേയറ്റം അവർ കരച്ചിട്ട് വരെ തന്നു വിട്ടിട്ടുണ്ട്. ചകിരി, തൊണ്ട, ചക്കക്കുരു എല്ലാ സാധനവും തന്നു. നമ്മളത് എടുത്തില്ലെങ്കിൽ അവർ പറയും പൈസ തരത്തില്ലെന്ന് പറയും. വളരെ കഷ്ടപ്പെട്ടാണല്ലേ? വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങളിത് കൊണ്ടുവരുന്നത്. എല്ലാ വീടുകളും നല്ല അനുഭവങ്ങളല്ല. അല്ലല്ല, തരാത്ത വീടുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇങ്ങോട്ട് വരിക വേണ്ടെന്ന് പറയും. അങ്ങനെയുള്ളതും ഉണ്ട്. ഈ പറയുന്നൊരു ഇത് കാണേണ്ട ഒരു ദൃശ്യങ്ങളാണ് കേട്ടോ. ഈ പ്ലാസ്റ്റിക് നമുക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം എത്ര കഷ്ടപ്പെട്ടാണ് ഓരോ പ്ലാസ്റ്റിക് വീടുകളിൽ നിന്ന് വ്യത്യസ്ത പ്ലാസ്റ്റിക്കിൻ്റെ വ്യത്യസ്ത ടൈപ്പിൽ കിട്ടുന്നത്. അതെല്ലാം സെപ്പറേറ്റ് ആക്കി മാറ്റുകയാണ് അല്ലേ? നിങ്ങൾ അതിൻ്റെ ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ കൂടിയാണ്. അതെ, ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. കാരണം വീടുകളിൽ ചെല്ലുമ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ യൂസർ ഫീ തരത്തില്ലെന്ന് പറയും. പിന്നെ പഞ്ചായത്തിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, പഞ്ചായത്ത് മെമ്പറെ കൊണ്ട് ഉപകാരവും ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ കുറേ വീട്ടുകാർ ഞങ്ങൾ ഒരുപാട് ചീത്ത അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ വർക്ക് തുടർന്ന് പോകുന്നുണ്ട്. ഇത് ഒരു പറ്റം സ്ത്രീകൾ നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇവർ ഇത് കണ്ടോ, ഏതൊക്കെ തരത്തിലുള്ള സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഞെട്ടുകയാണ്. ഇത്രയും പ്ലാസ്റ്റിക് നമ്മുടെ വീടുകളിലുണ്ടോ എന്നുള്ളതോടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത്തരത്തിൽ ഒരു ഇതാണ്. ഈ രണ്ട് ഇതായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് തൊട്ടപ്പുറത്തെ ഇതിൽ കൂടെ ഒന്ന് കടക്കാം. ഇവിടെ ഇവരുടെ സെക്രട്ടറി ഇവിടെ നിൽപ്പുണ്ട്. സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് മുമ്പ് ഈ പ്രവർത്തനോടൊന്ന് കാണാം. ഉണ്ടോ, ഇത് നിങ്ങൾ അവിടെ ഒരു തരം തിരിക്കുന്ന ഇവിടെ അത് തന്നെയാണോ ചെയ്യുന്നത്? തരം തിരിക്കുന്നത് ഇത് പല ടൈപ്പ് പ്ലാസ്റ്റിക് അല്ലേ? പല ടൈപ്പ് പ്ലാസ്റ്റിക്കുകളാണ് ഇത് തരഞ്ഞ് മാറ്റുന്നത്. ക്ലീൻ കേരളക്കാർക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക്കാണ് ഞങ്ങൾ തരം തിരിച്ച് എല്ലാ ചാക്കിലായിട്ടും പല കവറുകളാണ് മാറ്റുന്നത്. ഈ പ്ലാസ്റ്റിക് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് തന്നിട്ടാണ് നിങ്ങൾക്ക് ഒരു 50 രൂപ തരുന്നതിനെ വിമർശിക്കുന്നത് അല്ലേ? അതെ, തരുന്നവരും ഉണ്ട്, തരാത്തവരും ഉണ്ട്. തരുന്നവരും ഉണ്ടെന്ന് ഇതിൻ്റെ സെക്രട്ടറിയോടെ ചേരുന്നു കൂടെ. പേരെന്തുവായിരുന്നു? വിനീത. ഒരു വലിയ ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണല്ലേ? നല്ലതായിട്ട് കഷ്ടപ്പെടുന്നുണ്ട് ഞങ്ങളെല്ലാവരും. വീടുകളിൽ നിന്ന് അതുപോലുള്ളൊരു സഹകരണം നമുക്ക് കിട്ടുന്നില്ല എല്ലാ വീടുകളിൽ നിന്നും. എന്നാൽ ചിലർ നല്ലതായിട്ട് സഹകരിക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇല്ല എന്ന് പറയുന്നത് നമ്മളെ പഞ്ചായത്തിൽ നിന്ന് നമ്മളെ അഴിച്ചു വിട്ടേക്കുവാണെന്നുള്ള രീതി വരെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അതെല്ലാവർക്കും മാനസികമായിട്ട് നല്ലൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്നാൽ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന വീട്ടുകാരുമുണ്ട്, നമ്മളെ വിളിച്ച് തരുന്നവരുമുണ്ട്. എന്നാൽ ഈ പ്ലാസ്റ്റിക് തരുന്നത് മോശമായിട്ടുള്ള സാധനങ്ങൾ വരെ നമ്മളെ തന്നു തരും. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് നമുക്ക് ഇറങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു വളരെ അഭിമാനത്തോടെ എന്നാൽ നമ്മൾ ഈ ജോലി ചെയ്യുന്നത് അല്ലേ? ഒരു അങ്ങനെയല്ലേ? സന്തോഷത്തോടെ ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഉണ്ട്. വാർഡിൽ നിന്ന് കിട്ടുന്ന ബുദ്ധിമുട്ടുകളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങളെ യാതൊരു വിലയില്ലാത്ത രീതിയിലാണ് ഞങ്ങളെ കാണുന്നത്. അങ്ങനെ വിലയില്ലാത്തൊരു കാണേണ്ട ഒരു കാര്യമുണ്ട്. എത്ര ശ്രമകരമായൊരു ദൗത്യമാണ്. ഈ 50 രൂപ തരാൻ മടിക്കുന്നവരോട് അങ്ങോട്ടൊരു 500 രൂപ കൊടുത്താൽ അവരിത് ചെയ്യുമോ എന്നുള്ള ചോദ്യമുണ്ട് അല്ലേ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോദിക്കാമെന്നല്ലേ? കാരണം ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്ലാസ്റ്റിക് എല്ലാം തരംതിരിച്ച് ഞങ്ങൾ പല തരം തിരിച്ചാണ് ഞങ്ങളിത് വെക്കുന്നത് തന്നെ. രാവിലെ എത്ര മണിക്ക് ഈ ജോലി തുടങ്ങും? 10 മണിയാകുമ്പോൾ തുടങ്ങും, 5 മണി വരെ ഉണ്ട്. ഓരോ വീടുകളും വീട് കയറി ഇറങ്ങി തരുന്ന ഒത്തിരി പേര് തരുന്നില്ല. ഇപ്പം മാറ്റം വന്നു അതിനകത്ത്. ഇനിയും ജനങ്ങൾ മാറണം, എന്നാലേ ഞങ്ങളുടെ ഈ ജോലിക്ക് ഒരു മുൻഗണന ഉണ്ടാകത്തുള്ളൂ. സാർ കുഴപ്പമില്ല, നല്ല സപ്പോർട്ട് കേട്ടോ. പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. ഞാൻ തീർച്ചയായിട്ടും പറയാൻ പ്രസിഡന്റിന്റെ ഒറ്റ കഴിവാണ് ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. ഞങ്ങളെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ കൈപിടിച്ച് കയറി വഴക്കൊക്കെ പറയുന്നുണ്ട്, അത് വേറെ ടൈപ്പ്. പക്ഷെ സാറിൻ്റെ ആ സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും 34 പേര് ഇവിടെ വർക്ക് ചെയ്ത് പോകുന്നത്. നമുക്ക് പ്രസിഡന്റിനോടും ചോദിക്കാം. വ്യാപാര സ്ഥാപനങ്ങൾ കുറച്ച് ഒരു വിഭാഗം അങ്ങ് മാറി നിൽക്കുവാണ്, തരത്തില്ല എന്ന് തന്നെ പറഞ്ഞ്. എന്നാൽ കുറേ പേര് നമ്മളോട് സഹകരിക്കുന്നുണ്ട്. കുറച്ച് പേര് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ഞങ്ങൾ അവർ യൂണിയനുമായിട്ടൊക്കെ തീരുമാനിച്ചിട്ടേ തരത്തുള്ളൂ, പഞ്ചായത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ നല്ലതായിട്ട് സഹകരിക്കുന്ന കടകളുമുണ്ട്.
കടക്കാർ ഉൾപ്പെടെ കാണും ഇതൊക്കെ നമ്മൾ ഈ റോഡിലേക്കൊക്കെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അപകടം. അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് തന്നെ ഈ പമ്പ അച്ചൻകോവിലാർ നദിയിലൊക്കെ പോയപ്പോൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് മാലിന്യ കൂമ്പാരമായിരുന്ന നദികളിൽ അങ്ങനെ നദികളിലേക്കോ പ്രകൃതിയിലേക്കോ ഒരു മാലിന്യ കൂമ്പാരം സൃഷ്ടിക്കാതെ അത് ഉപകാരപ്രദമാകുന്ന രീതിയിൽ സംസ്കരിക്കുന്നതാണ്. അതിന് ഇരുവിയൂർ പഞ്ചായത്ത് വലിയ മാതൃകയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞ ഇവർക്ക് കട്ട സപ്പോർട്ട് നൽകുന്ന ജനകീയനായ പ്രസിഡന്റ് കൂടെ നമ്മുടെ ഒപ്പം ചേരുകയാണ്. പ്രസിഡന്റ്, നമ്മൾ ഈ പറഞ്ഞു വന്നത് ഈ രണ്ട് കാര്യമാണ്. ഒന്ന് ഈ ഇവരുടെ കഷ്ടപ്പാട്, നമുക്ക് അത് ആദ്യം പറയാം, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ സംസ്കരണ യൂണിറ്റിലേക്ക് പോകാം. വലിയൊരു കഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് ഈ ഹരിതകർമ്മസേന, വലിയ മാതൃകയാണിത്. അതെ, അത് സംസ്ഥാനത്തിന് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനം ഈ ഒരു ഹരിതകർമ്മസേനയിൽ കൂടി കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ അവർ രാവിലെ 10 മണിക്ക് തുടങ്ങിയാൽ അവർക്ക് യൂസർ ഫീയിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമാണുള്ളത്. അത് ഒരു മാസം ഒരു 7,000-ഓ 6,000-ഓ 10,000 രൂപയിൽ കൂടുതൽ മുന്നോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അത് പൊതുജനങ്ങളുടെ കുറേ സമീപനങ്ങൾ വ്യത്യസ്തമായ എല്ലാ പൊതുജനങ്ങളും ഇല്ല, കുറേ പേരെ ഇതിന് മുഖം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പക്ഷേ അവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരികയും അവരെ ഇത് കൂടുതൽ ബോധവൽക്കരിച്ചുകൊണ്ട് വേണം ഇത് കൊണ്ടുപോകാനായിട്ടുള്ള തീരുമാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പോകുന്നത്. എല്ലാവർക്കും വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കഷ്ടതയ്ക്കനുസരിച്ച് നമുക്കിത് ഉയരാനായിട്ട് കഴിയുന്നില്ല. അതിനെ മാറ്റപ്പെടാനാണ് ഇപ്പം പുതിയ പദ്ധതികളുമായിട്ട് നൂതന പദ്ധതികളുമായിട്ട് നമ്മൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പുതിയ MCF ഒക്കെ പണിത് അത് കൃത്യമായി ഇതിൻ്റെ തരംതിരിച്ച് നമ്മൾ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റിലേക്ക് മാറ്റുകയും അത് ടാറിങ്ങിന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അതിലേക്ക് വരാം. അതായത് ഈ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു അല്ലേ? അതായത് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുകയും അത് തരംതിരിച്ച് ടാറിങ്ങിന് ഉപയോഗിക്കുന്നു അല്ലേ? നമ്മളിപ്പം അതിൻ്റെ ഒരു ആദ്യ പ്രോസസ്സാണ് കണ്ടത്. 2 പ്ലാസ്റ്റിക് പൊടിക്കുന്നത്. നമുക്ക് അതും പ്രസിഡന്റ് ഒപ്പം തന്നെ ചേർന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ അതിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. പറഞ്ഞു വന്നതിലേക്ക് തിരികെ വരാം. അതായത് ഒരു സംസ്ഥാനത്തിന് വലിയ മാതൃകയായിരുന്നു ഈ പ്ലാസ്റ്റിക്. ഈ എന്ത് ചെയ്യണമല്ലോ, ശേഖരിച്ചാലും സംസ്കരിക്കണമല്ലോ. അപ്പോൾ അതിനെ പൊടിച്ചുകൊണ്ട് ടാറിങ് യൂണിറ്റിലൊക്കെ മാറ്റും അല്ലേ? അതെങ്ങനെയായിരുന്നു ഇപ്പോൾ നമ്മൾ ഏറ്റെടുക്കാൻ ഒരു പ്രചോദനം, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? ഏത് വർഷമായിരുന്നു തുടക്കം? അത് 2012-13 കാലഘട്ടത്തിലാണ് ഇത് തുടക്കം വിട്ടത്. അങ്ങനെ നമ്മുടെ നദികളും തോടുകളും ചാലുകളും മുഴുവൻ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞപ്പോൾ ഹരിതകർമ്മസേനയിൽ കൂടി ഇത് ശേഖരിക്കുകയും ഇത് ശേഖരിച്ച ശേഷം ഇത് പൊടിച്ച് ടാറിങ്ങിന് ഉപയോഗിച്ച റോഡുകൾ ഈട് നിൽക്കുന്നതും മനസ്സിലാക്കിക്കൊണ്ട് അത് സംസ്ഥാന സമിതിക്ക് നമ്മൾ അംഗീകാരത്തിന് വിടുകയും അത് അംഗീകാരം തരികയും നമ്മൾ ഇരുവരും ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അത് ടാറിങ് ഉപയോഗിച്ച് കാണിക്കുക, അതിൻ്റെ ക്വാളിറ്റിയും മേന്മയും ഈടിട്ട് നിൽക്കുന്നതുമായിട്ട് നമുക്ക് തോന്നി. പിന്നെ സംസ്ഥാന വ്യാപകമായിട്ട് ഇത് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെ ടാറിങ്ങിന് വേണ്ടി പൊടിക്കുന്ന യൂണിറ്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളൊന്ന് കാണിച്ചു തരാമോ അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്നൊക്കെ ഒന്ന് ഞങ്ങളിവിടെ? ഇത് ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഇവിടെ ഷെഡിങ് യൂണിറ്റ് വേർതിരിച്ച് തരും. അത് മെഷീനിൽ പൊടിച്ചെടുക്കണം. നമ്മൾ ഒരു ദിവസം എത്രത്തോളം? 60-75 കിലോ പൊടിക്കാം. 70 കിലോ പൊടിക്കാം ഒരു ദിവസം പൊടിച്ചെടുക്കാം അല്ലേ? നിങ്ങൾ ഈ യൂണിറ്റിനകത്ത് എത്ര പേരുണ്ട്? 4 പേര്. 4 പേര് അല്ലേ? ഇത് അവിടുന്ന് അവർ തരം തിരിച്ചു വരുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ ഈ ഇവിടെ നിക്ഷേപിക്കുന്ന മുകളിലാണോ? എവിടെയാണ് പൊടി വരിക? ഇപ്പോൾ ഇതാണ് നമ്മൾ ഈ കാണുന്നത്. മുമ്പ് നമ്മൾ കണ്ടിരുന്നു അവർ ആ തരംതിരിക്കുന്ന യൂണിറ്റ് കണ്ടിരുന്നു, തൊട്ടപ്പുറത്ത് തന്നെയാണ്. ആ തരംതിരിക്കുന്ന യൂണിറ്റിൽ കണ്ട പ്ലാസ്റ്റിക്കാണ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ പൊടിഞ്ഞിരിക്കുന്നത്. ഇത്രത്തോളം അത് അത്രയും വലിയൊരു പ്രോസസ്സ് കൂടിയാണെന്ന് പറയും അല്ലേ? എത്ര മനോഹരമാണ്. ഇതാണ് പിന്നെ ടാറിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒരു വലിയ പ്രവർത്തനമാണ് ഈ ഇരുവിയൂർ പഞ്ചായത്ത് എടുക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ മാലിന്യം സംസ്കരിക്കുന്നു, അതിന് കൃത്യമായ മാർഗം കണ്ടെത്തുന്നു. മറ്റൊന്ന്, അതിനെ ഒരു പ്രയോജനപരമായ അല്ലെങ്കിൽ ഉപകാരപ്രദമായ ഒരു ഇതിലേക്ക് എത്തിക്കുന്നു. നമുക്ക് പ്രസിഡന്റിൽ കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. പ്രസിഡന്റ്, എന്തായാലും നിങ്ങളുടെ ഹരിതകർമ്മസേന പൊളിയാണ്, ഇപ്പോൾ മനസ്സിലായി. ഇതൊരു വലിയ മാതൃകയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അല്ലേ? അതെ അതെ അതെ. അപ്പം ഈ യൂസർ ഫീയുടെ കാര്യമുണ്ട്, ആളുകൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? യൂസർ ഫീ കൊടുക്കണമല്ലേ? യൂസർ ഫീ തീർച്ചയായിട്ടും യൂസർ ഫീ നൽകുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയം. അല്ല എങ്കിൽ തൊഴിലാളികളുടെ ഉപജീവന മാർഗം ഇല്ലാതായി പോകും. അതൊരു പ്രധാനപ്പെട്ട കുറേ ആളുകളുടെ ഉപജീവന മാർഗം കൂടി. കാരണം രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് മാറ്റം ഉണ്ടാകണം.
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു വന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഈ സംസ്കരണ യൂണിറ്റിനെ പറ്റി അത് വലിയ മാതൃകയാണ്, അതായത് പ്ലാസ്റ്റിക് സംസ്കരിച്ച് ടാറിങ്ങിന് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, എൻ്റെ ചുറ്റും നിൽക്കുന്ന ഇതുപോലെ ഒട്ടനവധി ആളുകളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്. അതിനപ്പുറത്തേക്ക് ഇവരെ സഹായിക്കുകയല്ല, പകരം നമ്മളുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം അത് ശരിയാവണ്ണം സംസ്കരിക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതിനൊരു 50 രൂപ യൂസർ ഫീയുടെ കാര്യത്തിൽ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. ഇനി യൂസർ ഫീയുടെ കാര്യത്തിൽ ബലം പിടിക്കുന്നവർക്ക് അവർക്കൊരു 1000 5,000 കൊടുത്താൽ അവർ ഈ പണി ചെയ്യുമോ എന്നൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട്. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജു ടി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.